അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിൻ്റെ താരീഖ് എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിൽ വന്ന വാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ഭാഗം നോക്കാം. നൂസിലു ബിൽ മുനാസിബി. താഴെ 6ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനോടും യോജിച്ചത് ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതാനാണ് പറയുന്നത്. ഒന്നാമത്തേത് നോക്കാം, സക്കരിയ. അപ്പോൾ ഈ സക്കരിയ അലൈഹിസ്സലാമിനോട് യോജിച്ച എന്തോ ഒന്ന് ആ ബ്രാക്കറ്റിലുണ്ട്, അതെടുത്തെഴുതാനാണ്. ആദ്യം നമുക്ക് ബ്രാക്കറ്റ് ഒന്ന് വായിച്ചു നോക്കാം. മിൻ ദുരിയത്തി ഹാറൂന അലൈഹിസ്സലാം ഉർസില ഇല അഹ്ലി മദിയന അബൂഹു ആസറു ഹുവ ഇബ്നു ഇസ്ഹാഖ അലൈഹിസ്സലാം ഇസ്മുഹു ബിഷറുൻ മിൻ ദുരിയത്തി ദാവൂദ അലൈഹിസ്സലാം. അപ്പോൾ ഒന്നാമത്തതിനോട് യോജിച്ചത് സക്കരിയ എന്നുള്ളത് മിൻ ദുരിയത്തി ദാവൂദ അലൈഹിസ്സലാം എന്നുള്ളതാണ്. അപ്പം അതിനോട് നേരെ അത് എഴുതുക. ഇനി രണ്ടാമത്തത് ഇല്യാസു അലൈഹിസ്സലാം. അതിനോട് യോജിച്ചത് മിൻ ദുരിയത്തി ഹാറൂന അലൈഹിസ്സലാം എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തത് മിൻ ദുരിയത്തി ദാവൂദ് അലൈഹിസ്സലാം എന്ന് പറഞ്ഞാൽ ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ടതാണ്. ഇല്യാസു അലൈഹിസ്സലാം എന്നിരുന്നതിൻ്റെ നേരെ മിൻ ദുരിയത്തി ഹാറൂന അലൈഹിസ്സലാം എന്നാണ്. ഹാറൂൻ അലൈഹിസ്സലാമിൻ്റെ സന്താന പരമ്പരയിൽ നിന്നാണ്. ഇനി മൂന്നാമത്തത് ദുൽകിഫ്ലി അലൈഹിസ്സലാമിനോട് യോജിച്ചത് ഇസ്മുഹു ബിഷറുൻ. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരെന്താണ്? ബിഷർ എന്നാണ്. ഇനി നാലാമത്തത് ഷുഐബുൻ അലൈഹിസ്സലാം ഉർസില ഇല അഹ്ലി മദിയന. അഹ്ല് മദിയനിലേക്കാണ് അദ്ദേഹത്തെ അയക്കപ്പെട്ടത്. ഉർസില ഇല അഹ്ലി മദിയന. ഇനി അഞ്ചാമത്തത് യാക്കൂബ് അലൈഹിസ്സലാം. അപ്പോൾ അതിനോട് ചോദിച്ചത് ഹുവ ഇബ്നു ഇസ്ഹാഖ അലൈഹിസ്സലാം. ഹുവ അദ്ദേഹം ഇബ്നു ഇസ്ഹാഖ് അലൈഹിസ്സലാം, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിൻ്റെ മകനാണ്. ഇനി ആറാമത്തത് ഇബ്രാഹിമു അലൈഹിസ്സലാം. ഇബ്രാഹിം അലൈഹിസ്സലാം എന്നുള്ളതാണ്. അതിനോട് ചോദിച്ചത് അബൂഹു ആസറു എന്നതാണ്. അബൂഹു അദ്ദേഹത്തിൻ്റെ പിതാവ് ആസറു. ഇനി രണ്ടാമത്തെ ഭാഗം നുബയ്യിനു, വ്യക്തമാക്കാം എന്നുള്ളതാണ്. ചോദ്യം 1, അദദു മൻ ആമന ബി സ്വാലിഹിൻ അലൈഹിസ്സലാം. സ്വാലിഹ് നബി അലൈഹിസ്സലാമിനെ കൊണ്ട് വിശ്വസിച്ചവരുടെ എണ്ണം എത്രയായിരുന്നു? 120. എത്രയാണ്? 120. രണ്ടാമത്തത് സിന്നു ഹൂദിൻ അലൈഹിസ്സലാം. ഹൂദ് നബി അലൈഹിസ്സലാമിൻ്റെ വയസ്സ് എത്രയാണ്? 460 സന. 400. പിന്നെ 460 സന എന്ന് പറഞ്ഞാൽ 64. അപ്പോൾ 464. ഇനി മൂന്നാമത്തത് മുദ്ദത്തു മുൽക്കി സുലൈമാന അലൈഹിസ്സലാം. സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ ഭരണ കാലയളവ് എത്രയാണ്? 20 സന, 20. നാലാമത്തത് ഇസ്മു വാലിദി ദാവൂദ് അലൈഹിസ്സലാം. അബൂഹു അദ്ദേഹത്തിൻ്റെ പിതാവ് ഈഷാർ എന്നുള്ളതാണ്. ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെ പിതാവിൻ്റെ പേര്. ഇനി അഞ്ചാമത്തത് ഉമറു മൂസ അലൈഹിസ്സലാം. മൂസ നബി അലൈഹിസ്സലാമിൻ്റെ വയസ്സ് 120. എത്രയാണ്? 120. ഇനി ആറാമത്തത് മദ്ഫനു ആദം അലൈഹിസ്സലാം. ആദം നബി അലൈഹിസ്സലാമിൻ്റെ മറമാടിയത് എവിടെയാണ്? ഇന്ദ സഫ്ഹി ജബലി അബി ഖുബൈസ് പർവ്വതത്തിൻ്റെ താഴെ. ഇനി മൂന്നാമത്തത് നുതമ്മിമു എന്നുള്ളതാണ്. പൂർത്തിയാക്കാം. ഒന്നാമത്തെ ചോദ്യം ഇന്നമ അന റസൂലു റബ്ബിക ലി അഹബി ലക്കി. ബാക്കി എന്താണ്? ഉലാമൻ സക്കിയ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ ആരാണ്? അള്ളാഹുവിൻ്റെ ദൂതനാണ്, ഞാൻ നിനക്ക് കുട്ടിയെ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കാൻ വന്നതാണ്. രണ്ടാമത്തത് അപ്പോൾ അവിടെ ഉലാമൻ സക്കിയ എന്നാണ് എഴുതാനുള്ളത്. ഇനി രണ്ടാമത്തത് ഖാല യാ അബത്തി ഇഫ്അൽ മാ തുഅ്മറു സതജിദുനി ഇൻഷാ. ബാക്കി അള്ളാഹു മിനസ് സ്വാബിരീൻ. അവിടെ എഴുതാനുള്ളത് അള്ളാഹു മിനസ് സ്വാബിരീൻ. അപ്പോൾ എന്താണ്? ഉപ്പ, നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടത് നിങ്ങൾ എന്താക്കുക? പ്രവർത്തിച്ചു കൊള്ളുക. എന്നെ നിങ്ങൾക്ക് ഇൻഷാ അള്ളാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു താല ഉദ്ദേശിച്ചാൽ ക്ഷമ ഉള്ളവരിൽ എന്നെ നിങ്ങൾക്ക് കാണാം എന്നാണ് അവിടെ. അപ്പോൾ അതിൻ്റെ അർത്ഥമായി വരുന്നത് അള്ളാഹു മിന സ്വാബിരീൻ, അതാണ് അവിടെ എഴുതാനുള്ളത്. ഇനി മൂന്നാമത്തത് മാ ജസാഉ മൻ അറാദ ബി അഹ്ലിക സൂഅൻ ഇല്ലാ അൻ യുസ്ജന. എഴുതാനുള്ളത് ഔ അദാബുൻ അലീം എന്നുള്ളതാണ്. അപ്പോൾ ഇത് സുലൈഖ ബീവി പറയുന്നതാണ് അല്ലേ? ഭർത്താവിനെ കണ്ട സമയത്ത് നിങ്ങളുടെ അഹ്ലുകാരോട് മോശമായി പ്രവർത്തിക്കാൻ ഉദ്ദേശിച്ചവനെ ഇല്ല അൻ യുസ്ജന, ജയിലിൽ അടയ്ക്കുകയല്ലാതെയും ഔ അദാബുൻ അലീം,
കഠിനമായ ശിക്ഷ നൽകുകയുമല്ലാതെ എന്താണ് ചെയ്യുക, അതാണ് അവിടെ അർത്ഥമായി വരുന്നത്. ഇനി നുജീബു, ഉത്തരം എഴുതാനുള്ളതാണ്. മിൻ ഐന വലദത്ത് മറിയമ, മറിയം ബീവി എവിടെയാണ് പ്രസവിച്ചത്? എവിടെയാണ്? ബി ബൈത്തി ലഹം. അതാണ് അതിന് ഉത്തരമായിട്ട് വരുന്നത്, ബി ബൈത്തി ലഹം. ഇനി അടുത്തത് രണ്ടാമത്തത്, മാതാ ഖാല യൂസുഫ് അലൈഹിസ്സലാം ലിൽ ഇൽമാനി, ആ ജോലിക്കാരോട് യൂസുഫ് നബി അലൈഹിസ്സലാം എന്താണ് പറഞ്ഞത്? ഇജഅലു ബിളാഅതഹും ഫീ റിഹാലിഹിം മിൻ ഹൈസു ലാ യശ്ഉറൂന ലഅല്ലഹും യർജിഊൻ. അതിൻ്റെ അർത്ഥം, അവരുടെ ഭാണ്ഡക്കെട്ടുകളിൽ തന്നെ അവർ കൊണ്ടുവന്ന വിലയെ നിങ്ങൾ നിക്ഷേപിക്കുക, അവർ ലഅല്ലഹും യർജിഊൻ, അവർ മടങ്ങി വന്നേക്കാം, അതാണ് അവിടെ അർത്ഥമായിട്ട് വരുന്നത്. ഇനി മൂന്നാമത്തത്, മാതാ റഅ മലിക്കുൻ മിസ്റു ഫിൽ മനാമി, എന്താണ് സ്വപ്നത്തിൽ കണ്ടത്? ആര്? മലിക്കു മിസ്റു ഫിൽ, മിസ്റിലെ രാജാവ് എന്താണ് സ്വപ്നത്തിൽ കണ്ടത് എന്നാണ് ചോദിക്കുന്നത്. ഉത്തരം, സബഅ ബഖറാത്തിൻ സിമാനിൻ യഅ്കുലുഹുന്ന സബഉ ഇജാഫുൻ വസബഉൻ സുംബുലാത്തിൻ ഖുദറിൻ വ ഉഖറ യാബിസാത്തിൻ ഫഅക്കൽനഹുന്ന. അതിൻ്റെ അർത്ഥം, 7 തടിച്ച പശുക്കളെ 7 മെലിഞ്ഞ പശുക്കൾ തിന്നുന്നതായും ഇതേ പശുക്കൾ 7 ഉണങ്ങിയ കതിരുകളും 7 പച്ചക്കതിരുകളും തിന്നുന്നതുമായിട്ടാണ് മിസ്രിലെ രാജാവ് സ്വപ്നത്തിൽ കണ്ടത്. ഇനി നാലാമത്തത്, ഇബ്തലല്ലാഹു അയ്യൂബ് അലൈഹിസ്സലാം ബിമ, അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ അള്ളാഹു താല പരീക്ഷിച്ചു, എന്തുകൊണ്ടാണ്? ബി ഫഖദിൽ ഔലാദി, സന്താനങ്ങൾ നഷ്ടപ്പെടൽ കൊണ്ടും, വൽ അംവാലി, സമ്പത്ത് നഷ്ടപ്പെടൽ കൊണ്ടും, പിന്നെ അത് കഴിഞ്ഞിട്ട് ബഅദ ദാലിക മസ്സഹു ദുർറു ഫിൽ ജസദി, പിന്നെ ശരീരത്തിൽ ബുദ്ധിമുട്ടുള്ള രോഗം സ്പർശിച്ചു. ഫസ്വാറ മരീദൻ ഹസീലൻ ലഗീഫൻ, പിന്നെ മെലിഞ്ഞ ദുർബലനായിട്ടുള്ള ഒരു രോഗിയായി മാറി. അങ്ങനെയാണ് അള്ളാഹു താല അയ്യൂബ് നബി അലൈഹി സ്വലാമിനെ പരീക്ഷിച്ചത്. ഇനി അഞ്ചാമത്തത്, ഇലാമൻ ഉറസില യൂനുസ് അലൈഹി സ്വലാം, നബി അലൈഹി സ്വലാം എവിടേക്കാണ് അള്ളാഹു താല അയച്ചത്? ഇല അഹ്ലി നീനവ, നീനവക്കാരിലേക്ക്. ഇനി ആറാമത്തത്, മാതാ ഔഹല്ലാഹു ഇല ഉമ്മി മൂസ, മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ഉമ്മയെ അള്ളാഹു താല എന്താണ് വഹി അറിയിച്ചത്? അനിഖദ് ഫീഹി ഫി താബൂത്തി ഫഅൽഖീഹി ഫിൽ യമ്മി, പെട്ടിയിലാക്കി നദിയിലേക്ക് എറിയാനാണ് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ഉമ്മയോട് അള്ളാഹു താല വഹി അറിയിച്ചത്. ഇനി അഞ്ചാമത്തെ ഭാഗമാണ് അവസാനത്തെ, നുതർജിമു, അർത്ഥം എഴുതുക. ഖാല മൂസ വ അഖി, മൂസ അലൈഹിസ്സലാം, വ അഖി ഹാറൂന ഹുവ അഫ്സഹു മിന്നി ലിസാനൻ, മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, എൻ്റെ സഹോദരൻ ഹാറൂൻ നബി എന്നേക്കാളും വാചാലനാണ്, സംസാര ശുദ്ധിയുള്ളവനാണ്. രണ്ടാമത്തെ ചോദ്യം, ഖാല ശുഐബുൻ അലൈഹിസ്സലാം റബ്ബന ഫ്തഹ് ബൈനന വ ബൈന ഖൗമിന ബിൽ ഹഖ് വ അൻത ഖൈറുൽ ഫാത്തിഹീൻ, ശുഐബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെയും ഞങ്ങളുടെ സമുദായത്തിൻ്റെയും ഇടയിൽ നീ സത്യം തുറന്ന് തരണമേ, നീ തുറന്ന് തരുന്നവരിൽ വെച്ച് ഉത്തമനാണല്ലോ. ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.